നമസ്കാരം. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ചെറുപ്പക്കാരനാണ്, വളർന്നു വരുന്നൊരു നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് നല്ല ഒരു ഭാവിയുണ്ട് എന്ന് തന്നെയാണ്. എന്നാലും ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ FB പേജിൽ ഇന്നൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാസയും അതുപോലെ തന്നെ BJPയും ഒക്കെ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, അതിലാരും വീണു പോകരുത് എന്ന് വളരെ കൃത്യമായ കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ കുറിപ്പ് ഇവിടെ ഈ ശിവപ്രസാദിന്റെ പാർട്ടിയിലെ മുതിർന്ന ചില ആളുകൾക്കും ഗുണം ചെയ്യും. വിജയരാഘവൻ, അതുപോലെ തന്നെ ബാലൻ സഖാവ്, ഇവരൊക്കെ ഈ കുറിപ്പ് പരമാവധി കഴിയുന്ന അത്ര ഈ കുറിപ്പൊന്ന് ഇരുന്ന് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്തായാലും ആ കുറിപ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. BJPയും കാസയും ചേർന്ന് ലീഗിനെ മുൻനിർത്തി ന്യൂനപക്ഷ സമൂഹത്തെ ലക്ഷ്യം വെച്ച് വർഗീയ പ്രചരണവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം കൃമികളെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിനുണ്ട്. ലീഗിന് വഴങ്ങി ശ്രീ KCയെ ഹൈക്കമാൻഡ് ഒഴിവാക്കി എന്നാണ് ഈ കുബുദ്ധികൾ കേരളത്തിൽ പറയുന്നത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, രാജ്യത്തെ RSSന്റെയും BJPയുടെയും അഭ്യർത്ഥന മാനിച്ച് കോൺഗ്രസ് ശ്രീ KCയെ ഡൽഹിയിലും ശ്രീ VDയെ കേരളത്തിലും നിർത്തിയെന്നാണ്. ശ്രീ KCയെ പറ്റി കേരളത്തിലെ ലീഗുകാർ പറഞ്ഞതിനോട് ഈ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. വർഗീയ പ്രചരണത്തിന് വഴിയൊരുക്കിയത് UDF ആണ്. എന്നാൽ അത് ചെറുക്കേണ്ടത് കേരളത്തിന്റെ ആകെ ഉത്തരവാദിത്വമാണ്. ഒറ്റക്കെട്ടായി BJPയുടെ വർഗീയ പ്രചരണങ്ങളെ എതിർക്കാം. ഇതാണ് ആ കുറിപ്പിൽ പറയുന്നത്. ഈ കുറിപ്പിന്റെ തുടക്കം മുതൽ ഏകദേശം അതിന്റെ ഒരു മധ്യഭാഗം വരെയുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. പിന്നെ അതിന്റെ ഇടയിൽ UDFനെയും അതുപോലെ തന്നെ KCയെയും VDയെയും ഒക്കെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ കാര്യങ്ങളിൽ ചില നന്മയുണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും അവസാനം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. BJPയുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ അതൊന്നും ഇവിടെ നടപടിയാകില്ല, അതിനെ നമുക്ക് ഒരുമിച്ച് എതിർക്കാം എന്നുകൂടെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു കുറിപ്പ് ബാലൻ സഖാവും അതുപോലെ തന്നെ വിജയരാഘവൻ സഖാവും ഒക്കെ ഒന്ന് ഇരുന്ന് വായിക്കാൻ തയ്യാറാക്കണം, ചിന്തിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ചെറുപ്പക്കാരന് നല്ല ഭാവിയുണ്ട്, വളർന്നു വരേണ്ട ഒരു നേതാവാണ്. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അതായത് നമുക്ക് ഒരുമിച്ച് എതിർക്കാം, BJPയാണ് ഏറ്റവും വലിയ വിപത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിന്തിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, ദീർഘവീക്ഷണമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നേരത്തെ അങ്ങനെ ചില കമന്റുകളൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിൽ ശിവപ്രസാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. ചെറുപ്പമാണ്, എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്, അങ്ങനെ ഞാൻ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇന്ന് മനസ്സിലാക്കാനായി എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത കൂടെ ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ, അതായത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തൊടുപുഴയിൽ ഈ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് ലീഗ് നടത്തിയ ഒരു പ്രകടനം, ആ പ്രകടനത്തിൽ വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ സുകുമാരൻ നായരെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ആ പ്രകടനത്തിൽ ചില പരാമർശങ്ങൾ നടത്തി. എന്തായാലും അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാട് ലീഗ് എടുത്തു. ആ നിലപാടുമായി ബന്ധപ്പെട്ട് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ് ഇവിടെ വലിയ ഒരു വിജയം നേടി നിൽക്കുന്ന ഒരു സമയമാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസോ ലീഗോ UDFോ അതിനപ്പുറം എല്ലാവരും ലീഗിനെ അംഗീകരിക്കുന്ന, ലീഗ് തന്നെയാണ് ഈ വിജയത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു വിജയാഹ്ലാദം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വെള്ളാപ്പള്ളി നടേശനും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായരും ഒക്കെ നടത്തിയ ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ലീഗ് അണികൾ അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി. എന്തായാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ആഹ്ലാദം അത് ഒരിക്കലും ഇത്തരത്തിലുള്ള അതിർത്തി ലംഘിക്കാൻ പാടില്ല എന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ പ്രകടനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് ഒരു ജില്ലാ കമ്മിറ്റിക്ക് നേരെ അവർക്കെതിരെ നടപടിയെടുക്കുന്നത്. എന്നാലും ഇക്കാര്യം ഇവിടെ മനസ്സിലാക്കണം. അതായത് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും അവരെയൊക്കെ പിന്തുണക്കുന്ന ആളുകളും ഇതൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇതാണ് ലീഗ്, ഇങ്ങനെയാണ് ലീഗ്. എന്നിട്ടും നിങ്ങളൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റു ചില രീതിയിലൂടെയാണ്. എന്തായാലും അത്തരക്കാർക്ക്, അതായത് അവർ പ്രചരിപ്പിക്കുന്ന ആ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ക്ലാസ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എടുത്തിട്ടുണ്ട്. എന്നാലും ആ ചെറുപ്പക്കാരന്റെ കുറിപ്പ്
നിങ്ങളൊക്കെ വായിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എന്താണ് എന്നൊരിക്കൽ കൂടെ കേരളത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരിക്കലും ഇവിടെ വിദ്വേഷം പറയുന്ന ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ രീതിയിൽ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും ഒക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് വെച്ചു പൊറിപ്പിക്കില്ല എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൂടെ ആ നന്മ കൂടെ കാണാൻ ഓരോരുത്തരും തയ്യാറാകണം. പ്രത്യേകിച്ച് ശിവപ്രസാദിന്റെ ഇന്നത്തെ കുറിപ്പ് അതുകൂടെ വായിക്കാൻ ബാലൻ സഖാവും വിജയരാഘവൻ സഖാവും ഒക്കെ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.